ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ലൈനിങ് ചുരിദാർ റെഡിമെയ്ഡ് നെക്ലൈനുള്ള ലൈനിങ് ചുരിദാറിൻ്റെ കട്ടിങ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചുരിദാർ മെറ്റീരിയലാണ്. പിന്നെ അതിന് വേണ്ടി 2 മീറ്റർ ലൈനിങ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലൈനിങ്ങിൻ്റെ ക്ലോത്താണ് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മൾ ലൈനിങ് ക്ലോത്ത് എടുത്ത് അതൊന്ന് നിവർത്തിയിടുക. നിവർത്തിയിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം, കണ്ടോ ഈ അരിക് കണ്ടോ, 2 അറ്റവും അതിനെ നമ്മൾ തേരിൻ്റെ സൈഡ് എന്നാണ് പറയുന്നത് കേട്ടോ. തേര് അതായത് സെൽവെഡ്ജ് പോർഷൻ ആണ്. എന്നിട്ട് ഇനി ഈ തുണി 2ആയിട്ട് കണ്ടോ ഒന്ന് മടക്കിയെടുക്കുക. സെൻറ്റർ കണ്ട് നമ്മളൊന്ന് മടക്കി കണ്ടോ. അപ്പോൾ ആ തേരിൻ്റെ സൈഡ് ഒരുമിച്ച് വരും. അപ്പോൾ അത് ശരിക്കും ഒന്ന് നന്നായി മടക്കുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ ആ തേരിൻ്റെ ഭാഗം അത് ഓപ്പൺ സൈഡാണ്, ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ് അല്ലേ. അപ്പം മറുവശം എന്ന് പറയുന്നത് ഫോൾഡഡ് ആയിട്ടുള്ള സൈഡാണ്, മടങ്ങിയാണ് കിടക്കുന്നത്. സോ അതിനെ നമ്മൾ ഫോൾഡഡ് സൈഡ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാൽ മേൽഭാഗം കണ്ടോ കയറി ഇറങ്ങിയാണ് നിൽക്കുന്നത്. സോ അത് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ മേൽഭാഗത്ത് വരച്ചു കൊടുക്കുക. ഒരു 1/4 ഇഞ്ച് മാറ്റി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം ആ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്കിനും നമുക്കത് നേരെ ആയിട്ട് കിട്ടും. അപ്പം വെട്ടാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്, അല്ലെ മേൽഭാഗം കയറി ഇറങ്ങി കിടക്കത്തില്ലേ. അപ്പം അതുകൊണ്ട് അതൊന്ന് വെട്ടിയെടുക്കുക. അപ്പം അത്രയും ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത്. ലെങ്ത് നമ്മൾ നോർമൽ നമ്മുടെ മെഷർമെന്റിൽ 43 ഇഞ്ചാണ് ലെങ്ത് വരുന്നത്. പക്ഷേ ഇത് നമ്മൾ ലൈനിങ് ക്ലോത്ത് ആണ്, നമുക്ക് കറക്റ്റ് മെഷർമെന്റ് വേണ്ട. കാരണം നമ്മൾ ഇത്തിരി മെയിൻ ക്ലോത്തിനേക്കാളും ശകലം കുറവാണ് ലൈനിങ് ക്ലോത്തിന് മെഷർമെന്റ് എടുക്കുന്നത്. സോ നമുക്ക് ഇവിടെ ഒരു 40 ഇഞ്ച്, ഒരു 3 ഇഞ്ച് കുറച്ച് ഞാനൊരു 40 ഇഞ്ചേ എടുക്കുന്നുള്ളൂ. സോ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത ആ ഭാഗമാണ്. ഇവിടുന്ന് തുണി നമ്മൾ അകത്തേക്കൊന്ന് മടക്കി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് മടക്കി എല്ലാ ഭാഗവും ഒന്ന് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യുക. ഇനി ബാക്കി എക്സസ് ആയിട്ട് വന്ന ആ തുണി അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളിത് ശ്രദ്ധിച്ച് നോക്കിയേ. ഇനി നമ്മളിത് 4 ഫോൾഡിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതായത് ഇത് ഫോൾഡഡ് സൈഡിൻ്റെ പാർട്ടാണ്. അവിടെ 2 ലെയർ ഫോൾഡഡ് പാർട്ട് നിങ്ങൾക്ക് കാണാം. കണ്ടോ, 1, 2. അപ്പോൾ 2 ലെയർ ഫോൾഡഡ് പാർട്ടുണ്ട്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ഓപ്പൺ സൈഡാണ് അല്ലേ. അപ്പോൾ ആ ഓപ്പൺ സൈഡിൽ 4 ലെയർ കാണാം. 1, 2, 3, 4. അതായത് തുണി നമ്മൾ 4 ഫോൾഡിലാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ താഴത്തെ ഭാഗം ഓപ്പൺ സൈഡും മേളിലത്തെ ഭാഗം ഫോൾഡഡ് സൈഡും ആണ്. അപ്പം മേളിൽ കിടക്കുന്ന ആ ഫോൾഡഡ് പോർഷൻ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. അപ്പം അത് ഓപ്പൺ ആക്കി നമുക്ക് ഇടണം. അതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അടുത്തതിനെ നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ആദ്യമേ തന്നെ ഷോൾഡർ മെഷർമെൻ്റ് ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഷോൾഡർ മെഷർമെൻറ്റ് 14 ഇഞ്ചാണ്. സോ അതിൻ്റെ പകുതി 7 ഇഞ്ച് ഫോൾഡഡ് സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ മുകൾ ഭാഗം സൂം ഇൻ ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇപ്പം മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്നും ഒരു 1/4 ഇഞ്ചും കൂടി കൂട്ടി മാർക്ക് ചെയ്യുക. കാരണം ഇത് സീം അലവൻസിന് വേണ്ടിയാണ് ആ 1/4 ഇഞ്ച് എടുക്കുന്നത്. സോ അവിടെ നിന്ന് നമ്മളൊരു 1/4 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക. അടുത്തതിനെ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ആം ഹോൾ മെഷർമെൻ്റ് ആണ്. അത് ഷോൾഡർ മെഷർമെൻറ്റ് എത്ര എടുത്തോ അത്രയും തന്നെയാണ് ആം ഹോൾ മെഷർമെൻറ്റ് എടുക്കുന്നത്. സോ ഇവിടെ ഞാൻ 7 ഇഞ്ചാണ് എടുക്കുന്നത്. ശേഷം ഞാൻ ഇതേപോലെ ഒരു വര വരച്ച് അതുമായിട്ട് യോജിപ്പിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പോയിന്റിൽ നിന്നും നമ്മൾ ബേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പം എൻ്റെ ബേസ്ഡ് ഓൺ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 34.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിനെ 4 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 8.6 വരും, 8.6 ഇഞ്ച് പ്ലസ് അതിൻ്റെ കൂടി ഒരു 1/2 ഇഞ്ച് ലൂസും കൂടി വരുമ്പോൾ 9.1 വരും. അപ്പോൾ ആ 9.1 നമ്മളിത് ഈ ഫോൾഡഡ് സൈഡിൽ നിന്നും മാർക്ക് ചെയ്യണം. ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസിന് കൂട്ടിയിടണം. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ ബേസ് ലൈനിൻ്റെ താഴെ ഒരു 7 ഇഞ്ച് താഴെ ആയിട്ടാണ് നമ്മുടെ വേസ്റ്റ് പോയിന്റ് വരുന്നത്. സോ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. വലിയ സൈസിന് 7.5 ഇഞ്ച് വരെ നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇവിടുന്ന് നമ്മൾ വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് വന്നിരിക്കുന്നത് 29 സോ അതിനെ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് തുണി 4 ഫോൾഡിൽ കിടക്കുന്നത് കൊണ്ടാണ് കേട്ടോ. എന്നിട്ട് 1/2 ഇഞ്ച് ലൂസും കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് 7.8 ആണ് വരുന്നത്. സോ 7.8 ഇവിടെ മാർക്ക് ചെയ്യുക. ഫോൾഡഡ് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സീം അലവൻസ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത പോലെ തന്നെ 1.5 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹിപ്പ് ലൈൻ ആണ്. അപ്പോൾ ഹിപ്പ് ലൈൻ നമ്മൾ വരച്ചു കൊടുക്കേണ്ടത് വേസ്റ്റ്, ഇപ്പോൾ നമ്മൾ വരച്ച ആ വേസ്റ്റ് പോയിൻ്റെ താഴെ ഇവിടെ നിന്നും ഒരു 7 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക. നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ. ഇനി നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യേണ്ടത് ഹിപ്പ് റൗണ്ട് മെഷർമെൻ്റ് ആണ്. അപ്പോൾ ഹിപ്പ് മെഷർമെൻറ്റ് 37 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. സോ അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 9.3 വരും. പ്ലസ് ഒരു 1/2 ഇഞ്ച് ലൂസും കൂടി മാർക്ക് ചെയ്യുമ്പോൾ 9.8 വരും. ആദ്യം നമ്മൾ ഈ ഫോൾഡഡ് സൈഡിൽ നിന്നും ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയും ചെയ്ത് നേരത്തെ ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണ്? 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ഇട്ട് കൊടുക്കുക. സോ അത്രയും ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം ഈ 3 പോയിന്റും കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോട്ടം ഭാഗം അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് സ്ട്രെയിറ്റ് കുർത്തിയാണ്. അതുകൊണ്ട് തന്നെ ഹിപ്പിനെടുത്ത അതേ മെഷർമെൻറ്റ് തന്നെയാണ് നമ്മൾ ബോട്ടം പാർട്ടിന് എടുക്കുന്നത്. അപ്പോൾ അതേ അളവ് എടുത്തതിന് ശേഷം ഇനി നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുക്കുക. എന്നിട്ട് ഈ പോയിന്റ് നമ്മൾ നേരത്തെ വരച്ച ആ ഭാഗത്തേക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആം ഹോൾ കർവാണ്. സോ അതിനു വേണ്ടി നമ്മൾ ഈ കോർണർ ഭാഗത്ത് നിന്നും 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആം ഹോൾ ലൈനിൻ്റെ മിഡ് പോയിന്റ് ഒന്ന് കണ്ടുപിടിക്കുക. ഇതാണ് മിഡ് പോയിന്റ്. സോ ഇത് മിഡ് പോയിന്റ് കണ്ടുപിടിച്ച ശേഷം ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇത് ബാക്ക് ആം ഹോൾ കർവാണ്. ഇനി നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കർവ് വരയ്ക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഈ ഭാഗത്ത് നിന്നും ഒരു 1/2 ഇഞ്ച് നമ്മൾ അകത്തേക്ക് വരച്ച് അതിന് ശേഷം ഇതുപോലെ വീണ്ടും ഒരു കർവ് ഷേപ്പ് കൊടുക്കുക. അപ്പോൾ ഇത് ഫ്രണ്ട് ആം ഹോൾ കർവാണ്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആം ഹോൾ കർവിൻ്റെ പോർഷനിൽ ആദ്യം നമ്മൾ ബാക്ക് ആം ഹോൾ കർവ് വേണം കട്ട് ചെയ്യാൻ. ഫ്രണ്ട് ആം ഹോൾ കർവ് ഇപ്പോൾ കട്ട് ചെയ്യരുത്. എന്നിട്ട് ബാക്കി നമ്മൾ വരച്ച ലൈനിൽ കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഹിപ്പിൻ്റെ ഈ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു നോച്ച് ഇട്ട് കൊടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. കാരണം ഇവിടം വരെയാണ് നമ്മൾ ചുരിദാറിന് സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നത്. സോ ആ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് 2 പീസ് കിട്ടി. ഇതിൽ നിന്നും താഴത്തെ പീസ് നമുക്ക് മാറ്റി വെക്കാം. അത് ബാക്ക് പീസ് ആണ്. സോ അത് മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ബി എന്ന് നോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ പീസ് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇത് ഫ്രണ്ട് പീസ് ആണ്. സോ ഫ്രണ്ട് പീസിന് നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ കർവ് കട്ട് ചെയ്ത് കൊടുക്കണം. അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തു. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെയിൻ തുണി എടുക്കുകയാണ്. മെയിൻ ഫാബ്രിക് പീസ് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാം, ഇതിൽ നെക്കിൻ്റെ ഡിസൈൻ ഉണ്ട്. അത് സെൻറ്ററിലായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഈ തുണി നമ്മൾ മടക്കുമ്പോൾ ആ സെൻറ്റർ പോർഷൻ ഇതേപോലെ ഫോൾഡ് ചെയ്ത് മടക്കണം. വന്നാലേ നമുക്ക് ആ ഡിസൈൻ കറക്റ്റ് സെൻറ്ററിൽ കിട്ടുള്ളൂ. അപ്പോൾ അത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുണ്ടോ, ഈ ഭാഗം കണ്ടോ, ഇത് ഫോൾഡ് ചെയ്ത പോർഷൻ ആയതുകൊണ്ട് നമ്മൾ ഇതിനെ ഫോൾഡഡ് സൈഡ് എന്നാണ് പറയുന്നത്. ഇത് കണ്ടോ, ഇത് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സൈഡാണ്. സോ ഇത് ഓപ്പൺ സൈഡാണ്. ഇത് കണ്ടോ, ഇതാണ് തേരിൻ്റെ സൈഡ്, അതായത് സെൽവെഡ്ജ് പോർഷൻ എന്ന് നമ്മൾ പറയും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി മേൽഭാഗം നമ്മൾ അൺഈവൻ ആയിട്ട് കിടക്കുന്ന മേൽഭാഗം അതൊന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്ത് നമ്മൾ നേരെയാക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നെക്കിന് ഡിസൈൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നെക്കിൻ്റെ പോർഷനിൽ നിന്നും ഒരു 1/2 ഇഞ്ച് മേളിലോട്ട് കയറ്റി മാറ്റി വെച്ചിട്ട് വേണം വരയ്ക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെക്കിൻ്റെ പോർഷൻ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പം അതപ്പം നമ്മുടെ ആ നെക്കിൻ്റെ വർക്ക് ജോയിനിങ്ങിനകത്തേക്ക് കയറിപ്പോകും. സോ ഇവിടെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നിങ്ങൾ ഈ ഭാഗം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ലൈനിങ് വെച്ച് കൊടുത്ത് ലൈനിങ്ങിൻ്റെ അതേ അളവിൽ ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇത് ഫ്രണ്ട് പീസാണ്. സോ നമ്മൾ ഫ്രണ്ട് ലൈനിങ് പീസാണ് എടുത്ത് വയ്ക്കേണ്ടത്. സോ ഇത് ഫ്രണ്ട് ലൈനിങ് പീസാണ്.
അപ്പോൾ ഇതുപോലെ ഫോൾഡഡ് സൈഡിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. വെച്ചതിന് ശേഷം ഇനി ബാക്കി എല്ലാ മെഷർമെൻറ്റും കറക്റ്റാണ്. ഇതിൻ്റെ ലെങ്ത്ത് മാത്രം, ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് നമ്മൾ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. സോ ആ ലെങ്ത്ത് ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് കൂട്ടി എടുക്കുക. അപ്പോൾ നമുക്കറിയാം നമ്മൾ മെഷർ ചെയ്ത് വെച്ചിരിക്കുന്ന ലെങ്ത്ത് 43 ഇഞ്ചസ് ആണ്, 43 ഇഞ്ചാണ്. അതിനോട് കൂടി നമ്മൾ ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് 44.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇതിൽ 1.5 ഇഞ്ച് എക്സ്ട്രാ എടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയും 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തത് നമ്മൾ അടിഭാഗം മടക്കി തയ്ക്കാൻ വേണ്ടിയാണ്. സോ അതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇനി എന്നിട്ട് സാധാരണ നമ്മൾ ആ ബോട്ടം പോർഷന് വരച്ച് യോജിപ്പിച്ചതിന് ശേഷം ബാക്കി പോർഷനെല്ലാം നമ്മൾ ഇതേപോലെ തന്നെ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക. അടുത്തത് നമ്മൾ ബാക്ക് പീസാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടി നമ്മൾ മിച്ചം വന്ന ഫാബ്രിക് എടുത്തൊന്ന് വിരിച്ചിടുക. അപ്പോൾ വിരിച്ചിട്ടതിന് ശേഷം ഇത് നമ്മളിനി ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ട് പീസ് ചെയ്ത പോലെ സെൻറ്റർ കണ്ടല്ല ഫോൾഡ് ചെയ്യുന്നത്. നമ്മൾ ഈ സൈഡിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത്രയും അളവെടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് തുണി അത്യാവശ്യം സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ സേവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കൈക്ക് അത്യാവശ്യം നീളം കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതായത് സെൻറ്റർ കണ്ട് നമ്മൾ ഫ്രണ്ട് പീസിൽ ചെയ്ത പോലെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് പീസിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈനീളം കിട്ടത്തില്ല. സാധാരണ നോർമൽ ഒരു സ്ലീവ് വെക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നീളമുള്ള സ്ലീവ് വെക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ സൈഡിൽ നിന്നും നമുക്ക് അത്യാവശ്യം എത്രയാണോ വണ്ണം അത് വെച്ച് അത് എടുത്തൊന്ന് ഫോൾഡ് ചെയ്താൽ മതി. ഇതിന് ശേഷം നമ്മൾ ബാക്ക് പീസ് നമ്മളിപ്പോൾ മടക്കിയ ഭാഗത്തിൻ്റെ ഫോൾഡഡ് സൈഡിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്രണ്ട് പീസ് ചെയ്ത് കൊടുത്ത പോലെ തന്നെ നമ്മൾ ലെങ്ത്ത് കുറവാണ്. അപ്പോൾ ആ ലെങ്ത്ത് തന്നെ ഇവിടെ എടുക്കുക. അതായത് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ 44.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പീസ് ചെയ്ത പോലെ തന്നെ ഇവിടെയും ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ബാക്ക് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. അതിന് വേണ്ടി ഇനി മിച്ചം വന്ന ഫാബ്രിക് കണ്ടോ, ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ സ്ലീവിന് നീളം കിട്ടാൻ വേണ്ടിയാണ് ഈ ഭാഗം ഇത്രയും ഒഴിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 2 പീസ് തുണിയുണ്ട്. അപ്പോൾ ഇതിനെ മടക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ച് നോക്കുക. ആദ്യമേ നമ്മൾ ഇത് ഇതേപോലെ വിഡ്ത്ത് വൈസ് ഒന്ന് ഫോൾഡ് ചെയ്യുക. കണ്ടോ, ഇതുപോലെ വിഡ്ത്ത് വൈസ് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഇത് ലെങ്ത് വൈസ് ഒന്നുകൂടി ഫോൾഡ് ചെയ്യുക. ശേഷം ഇതെല്ലാം ഒന്ന് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യുക. അപ്പോൾ ഇത് ഫോൾഡഡ് സൈഡാണ്. ഇതിൻ്റെ ഈ ഭാഗം ഓപ്പൺ സൈഡാണ്. കണ്ടോ, ഇത് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഭാഗം ഓപ്പൺ സൈഡാണ്. അടുത്തത് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ലെങ്ത്ത് 16 ഇഞ്ചാണ്. സോ 16നോട് 1.5 ഇഞ്ചും കൂടെ കൂട്ടി എക്സ്ട്രാ എടുത്ത് നമ്മൾ 17.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇത് ഓപ്പൺ സൈഡിലോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ മെയിൻ ക്ലോത്ത് കൊണ്ട് മാത്രമാണ് സ്ലീവ് വെട്ടിയെടുക്കുന്നത്, ലൈനിങ് ക്ലോത്ത് വയ്ക്കുന്നില്ല. ഇനി നമ്മൾ ഫോൾഡഡ് സൈഡിൽ നിന്നും ആം ഹോൾ ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഷോൾഡറിനെടുത്ത അതേ അളവ് തന്നെയാണ് ഇവിടെ ആം ഹോളിന് എടുക്കുന്നത്. സോ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 7 ഇഞ്ചാണ് ഷോൾഡറിന് വേണ്ടി മാർക്ക് ചെയ്തത്. സോ അത് തന്നെ നമ്മൾ ഇവിടുന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇനി മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും അകത്തേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഈ പോയിന്റിൽ നിന്നും ഈ കോർണറിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ശേഷം ഇനി നമ്മൾ ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. കണ്ടോ, ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് മിഡ് പോയിന്റ് കിട്ടി. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് സീം അലവൻസ് ആണ്. അത് നമ്മളൊരു 2 ഇഞ്ച് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ബാക്ക് ആം ഹോൾ കർവ് ഇതേപോലെ ഒരു കർവ് ഷേപ്പായിട്ട് വരയ്ക്കുക. കാരണം അപ്പോൾ വരയ്ക്കുന്നത് ബാക്ക് ആം ഹോൾ കർവ് ആണ്. ഇതുപോലെ ഒരു കർവ് ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ഫ്രണ്ട് ആം ഹോൾ കർവ് ആണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് ഇതേപോലെ ഒരു ഷേപ്പ് അകത്തേക്ക് കുറച്ച് കുഴിച്ച് വേണം നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കർവ് വരയ്ക്കാനായിട്ട്. കണ്ട, ഒരു റേസ് പോലെ ഒരു ഷേപ്പിൽ വരച്ചു കൊടുക്കുക. അപ്പൊ അതാണ് ഫ്രണ്ട് ആം ഹോൾ കർവ്. അപ്പൊ ഇത് രണ്ടും നമ്മൾ വരച്ചു കഴിഞ്ഞു. അടുത്തത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് സ്ലീവ് ലൂസ് ആണ്. സ്ലീവ് ലൂസ് 8 ഇഞ്ചാണ്. സോ അതിന്റെ പകുതി 4 ഇഞ്ച് മാർക്ക് ചെയ്യുക.
പ്ലസ് ഒരു 2 ഇഞ്ച് സീം അലവൻസും കൂടെ മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇത് തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്യണം. ആദ്യമേ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഒറിജിനൽ പോയിന്റ്സ് ആദ്യമേ സീം അലവൻസ് കൂടാതെയുള്ള ആ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം എന്താ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ സീം അലവൻസ് മാർക്ക് ചെയ്ത പോയിന്റ്. സോ അതും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പൊ അത് രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇത് കട്ട് ചെയ്യാണ്. അപ്പൊ അത് നമ്മൾ സാധാരണ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തൊക്കെ കട്ട് ചെയ്യുക. പക്ഷെ ആം ഹോൾ കർവിന്റെ ഭാഗമാകുമ്പോൾ നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കർവ് കട്ട് ചെയ്യരുത്. ബാക്ക് ആം ഹോൾ കർവ് വരച്ച ആ പോർഷനിൽ കൂടെ മാത്രമേ കട്ട് ചെയ്തെടുക്കാവൂ. അപ്പൊ നമുക്ക് 2 സ്ലീവ്സും കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പൊ 2 സ്ലീവ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സ്ലീവിന്റെ മുകളിൽ അടുത്ത സ്ലീവ് വെക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 നല്ല വശവും കണ്ടോ, നല്ല വശം അഭിമുഖമായി വരത്തക്ക രീതിയിൽ വേണം ഇത് വയ്ക്കാനായിട്ട്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ കണ്ടോ ഇതിന്റെ സെന്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്യണം. അത് നമ്മൾ നോച്ചിട്ട് കൊടുത്ത് കണ്ടോ കറക്റ്റ് സെന്ററിൽ പിടിച്ച് ഒരു നോച്ചിട്ട് കൊടുത്താൽ മതിയാകും. ഇങ്ങനെ നമ്മൾ നോച്ചിട്ട് കൊടുത്ത് സെന്റർ മാർക്ക് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കർവ് നമ്മൾ കട്ട് ചെയ്തില്ലായിരുന്നു. സോ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, അപ്പൊ ആ ഫ്രണ്ട് പോർഷൻ വെച്ച് നമ്മൾ ആ വരച്ച ആ ഭാഗത്ത് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കർവ് ആണ് എന്ന് മനസ്സിലാകാതെ തിരിഞ്ഞു പോകാതിരിക്കാൻ ആ പോർഷന്റെ അവിടെ ഇതേ ഒരു ഇൻറ്റു മാർക്ക് ഇട്ട് കൊടുക്കുക ഫ്രണ്ട് ആം ഹോൾ കർവിന്റെ ആ ഭാഗത്ത്. അപ്പൊ അത്രയും ചെയ്യുക. അപ്പൊ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മൾ സ്റ്റിച്ചിങ് ആണ് ചെയ്യുന്നത്. അപ്പം ഇത് അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ വീഡിയോയുടെ ലെങ്ത് വളരെ അധികം കൂടി പോകും. സോ അതുകൊണ്ട് നമുക്ക് അതൊരു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം, സ്റ്റിച്ചിങ്ങിന് മാത്രമായിട്ടൊരു വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അതുവരെ എല്ലാവർക്കും ബൈ ബൈ.